ശ്രീചിത്ര ആശുപത്രിയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടൽ. ശ്രീചിത്ര ഡയറക്ടറുമായി സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തുകയാണ്. ശ്രീനന്ദ എസ് പി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീനന്ദ, റേഡിയോളജി വിഭാഗത്തിലടക്കം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ ശ്രീചിത്രയിൽ ഉണ്ടായിരിക്കുന്നത്. ശസ്ത്രക്രിയകൾ പോലും നേരാവണ്ണം നടത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത്രത്തോളം വലിയ പ്രതിസന്ധിയാണ്. ഇപ്പോൾ കേന്ദ്രമന്ത്രി അവിടേക്ക് എത്തുന്നു, കൂടുതൽ അധികാരികളുമായി ഇപ്പോൾ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി വരികയാണ്. തീർച്ചയായിട്ടും ദേവിക, ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഈ ഒരു പ്രതിസന്ധി താൻ നേരിൽ കണ്ട് പരിഹരിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായി സംസാരിക്കുന്നത്. എന്തായാലും യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെയോട് കൂടിയാണ് സുരേഷ് ഗോപി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും ഇതിനൊരു തക്കതായ തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം യോഗം കയറുന്നതിന് മുമ്പായി നമ്മോട് പ്രതികരിച്ചത്. ഇതിനൊരു തീരുമാനമുണ്ടാക്കി താൻ ഇവിടെ നിന്ന് മടങ്ങുകയുള്ളൂ എന്ന് തന്നെയാണ് സുരേഷ് ഗോപി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രതിസന്ധി കണക്കിലെടുത്ത് അദ്ദേഹം സ്വമേധയാ ഇവിടെ വരാൻ ആണ് തീരുമാനമെടുത്തിരിക്കുന്നത്. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം തന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് തന്നെയാണ് കുറച്ചു മുൻപ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും യോഗം ചേർന്ന ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രതിസന്ധി ഇനി തുറന്നു പോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വരവോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തെങ്കിലും ഒരു തീരുമാനം ഉറപ്പായിട്ടും എടുക്കാൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കേന്ദ്രമന്ത്രി ഡയറക്ടറുമായി ചർച്ച നടത്തുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാബിനുള്ളിൽ മറ്റ് വ്യക്തികളും ഒത്തുചേർന്ന് ആ ഒരു ചർച്ച പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ദേവിക, ശരി, എന്തായാലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിടേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഡയറക്ടർമാരുമായി സംസാരിച്ചു വരുന്നു. അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീനന്ദയാണ് ചേർന്നത്. ഇനി നിലമ്പൂരിലേക്ക് എത്തുകയാണ്. നിലമ്പൂരിൽ വൈദ്യുതി കെണിയിൽ കുടുങ്ങി 15-കാരൻ മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ പ്രതിയുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും. സംഭവം നടന്ന വെള്ളക്കട്ടയിലാണ് പ്രതിയെ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തുക. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്കാണ് കേസിന്റെ അന്വേഷണ ചുമതല. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഈ ഒരു വിഷയത്തിൽ ഇന്നാണ് തെളിവെടുപ്പ് നടക്കുന്നത്. അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്?